എൽനിനോ ലാനിന എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ആ എൽനിനോ എന്ന് പറയുന്നത് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഇല്ലെങ്കിൽ പോലും എൽനിനോ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഘടകമാണ്. അതായത് ഓഷ്യനൊരു ഇവൻ്റാണത്. ഒരു ഗ്ലോബൽ ടെലികണക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഗ്ലോബിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്ന, ഇപ്പം എൽനിനോ എന്ന് പറയുന്നത് ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലെയും കാലാവസ്ഥയെ ബാധിക്കുന്ന ഒരു ഇവൻ്റാണ്. അതുകൊണ്ടാണ് അത് അത്രയും പ്രൊമിനൻസിൽ നിൽക്കുന്നത് എപ്പോഴും. അപ്പോൾ അതിൽ നിന്ന് ദൂരം കൂടുന്നവരും അതിൻ്റെ ഇഫക്റ്റ് എത്രയുണ്ടോ അത് കുറച്ച് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു 1-to-1 റെസ്പോൺസ് എപ്പോഴും പറയാൻ പറ്റില്ലാത്ത. പക്ഷേ മിക്കവാറും അപ്പോൾ ഈ അടുത്ത കാലങ്ങളിലുണ്ടായ എൽനിനോ ഇവൻറ്റിൽ ഒരു എന്താ പറയുക ഒരു 9 എണ്ണത്തോളം നമ്മൾ നോർമൽ റെയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴും നമുക്ക് എൽനിനോ മോശമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില ഫാക്ടേഴ്സും ഉണ്ടാവും. ഇപ്പോൾ എൽനിനോ മാത്രമല്ല നമ്മളെ എന്താ പറയുക സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ എൽനിനോ ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ന്യൂട്രൽ ഫേസാണ്. ഇപ്പോൾ എൽനിനോയ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക അബോവ് നോർമൽ ടെമ്പറേച്ചേഴ്സ് ഈ പെറു കോസ്റ്റിൽ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ വരുന്നതിനെയാണ് നമ്മൾ എൽനിനോ എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ടേംസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റീജിയൻ, ഇന്തോനേഷ്യൻ റീജിയനിലൊക്കെ ഡ്രൗട്ട് അല്ലെങ്കിൽ ലെസ് ദാൻ നോർമൽ റെയിനൊക്കെയാണ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറി ഒരു നോർമൽ കണ്ടീഷനിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജൂലൈ ആൻഡ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് അത് മാറി അതിൻ്റെ റിവേഴ്സ് കണ്ടീഷനായ ലാനിനയിലേക്ക് വരും. അപ്പോൾ ലാനിന നമുക്ക് എപ്പോഴും ഫേവറബിൾ ആണെന്ന് നമുക്ക് കൂടുതൽ, അപ്പോൾ ലാനിനയുമായിട്ടാണ് നമുക്ക് കൂടുതൽ റിലേഷൻ. അപ്പോൾ നമുക്ക് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്കാണ് നമ്മൾ ജൂലൈ എൻഡ് അല്ലെങ്കിൽ ഓഗസ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂടുതൽ റെയിൻ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് ലാനിന. അത് എൽനൈനോ എന്ന് പറഞ്ഞ 2 സ്പാനിഷ് വേർഡുകളാണ്. എൽനൈനോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇൻഫൻറ്റ് ജീസസ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കാരണം ക്രിസ്മസ് ടൈമിനനുസരിച്ച് ആ സമയത്താണ് അത് പീക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ളൊരു വാക്കായിട്ടാണ് ലാനിന എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് വാമർ എപ്പിസോഡിന് എൽനൈനോ എന്നും പിന്നെ ലാനിനയ്ക്ക് കൂളർ എപ്പിസോഡിന്. അപ്പോൾ അത് ഏകദേശം ഒരു ചിലപ്പോഴൊക്കെ എങ്കിലും അതൊരു 2.5 വർഷം എടുക്കും ഫുൾ സൈക്കിളൊക്കെ കംപ്ലീറ്റ്. അങ്ങനെ അത്ര പീരിയഡിസിറ്റി അത്ര കറക്റ്റ് അല്ല, ഒരു കുറച്ച് ഇറഗുലറാണ്. 2 to 7 years ആണ് ഒരു ആവറേജ് പീരിയഡിസിറ്റി ഒക്കെ പറയുന്നത്. അപ്പോൾ ഒരു ലാനിന എപ്പിസോഡ് ചിലപ്പോൾ 9 to 15 months ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ്ഡ് പീരിയഡ് അല്ലാതെ ഇതൊരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, ഉള്ളതാണ്. പക്ഷേ നമുക്ക് അതെ റീസെൻ്റ്ലി ഒന്നും നമ്മുടെ ഒബ്സർവേഷൻ കൂടി അവയർനെസ് കൂടി പിന്നെ എന്താ പറയുക ഈ ഗ്ലോബലി നമ്മൾ പണ്ടൊക്കെ ഡാറ്റ ഷെയർ ചെയ്യുമെങ്കിലും ഈ കണക്ഷൻസിനെ പറ്റി നമ്മൾ എന്താ പറയുക കൂടുതൽ അടുത്ത് റിസർച്ചൊക്കെ നടത്തി പിന്നീടാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് മീറ്ററോളജിസ്റ്റുകൾക്കൊക്കെ അറിയാം. പക്ഷേ നമ്മൾ എനിക്ക് തോന്നുന്നു പുറത്തേക്കൊക്കെ അധികം ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ അതുകൊണ്ടാണ് എൽനിനോ എന്ന് പറയുന്ന മിക്കവാറും ഒക്കെ നമുക്കൊരു മോശം മഴക്കാലമായിട്ടാണ് സാധാരണ പറയുന്നത്. പക്ഷേ റിലേഷൻ കൂടുതൽ ലാനിനോട് ആണെങ്കിൽ പോലും അപ്പോഴും മോശം മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു എൽനിനോ ആയിട്ട് എന്തെങ്കിലും ലിങ്ക് കൊണ്ടൊന്ന് നോക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും അത് കറക്റ്റ് ആവണമെന്നില്ല. കാരണം മറ്റു ചില ഇത് നമ്മുടെ ഇമ്മീഡിയറ്റ് അതായത് അറേബ്യൻ സീ ബേ ഓഫ് ബംഗാളിലുള്ള ഒരു ഇതുപോലെ തന്നെ ഒരു ഓസിലേഷൻ ഉണ്ട്. അതിനെ എന്താ പറയുക ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നാണ് പറയുന്നത്. കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡൈപോൾ ഉണ്ട്. അപ്പോൾ അത് അറേബ്യൻ സീ വാമർ ആണെങ്കിൽ അത് നമുക്ക് ഫേവറബിൾ ആയിരിക്കും. അതിന് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പം ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കൂടുതൽ റെയിൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ചില ഓസിലേഷൻസ് ഉണ്ട്, നാച്ചുറലി ഒക്കറിങ് ഓസിലേഷൻ. അതിന് പ്രത്യേകിച്ച് ട്രിഗർ ഒന്നുമില്ല, പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല. എപ്പോൾ വരുന്നു എപ്പോൾ പോകുന്നു എന്നുള്ളതൊക്കെ ഒരു ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പേരിടുന്ന രീതി എങ്ങനെയാണ്? അത് വളരെ കാരണം ഈ എല്ലിനോ താങ്കൾ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഇപ്പോൾ ഓക്കിയൊക്കെ കേട്ടിട്ടുണ്ട്. അതേസമയം യുഎസിലേക്ക് പല ചുഴലിക്കാറ്റുകളുടെ പേര് ചുഴലിക്കാറ്റിൻ്റെ പേരിടുന്നത് അത് ഒരു എന്താ പറയുക കുറച്ച് ടെക്നിക്കലായിട്ടൊരു കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷേ അത് അങ്ങനെയില്ല. നമ്മുടെ റീജിയനിൽ അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ നമ്മളൊരു 6 റീജിയണൽ സെൻറ്റേഴ്സ് ആയിട്ട് ഡിവൈഡ്. ഇപ്പം നമ്മൾ ഏഷ്യ പസഫിക് റീജിയനിലാണ് നമ്മൾ വരിക. അപ്പം നമ്മുടെ റീജിയൻ എന്ന് പറഞ്ഞാൽ RA2 റീജിയണൽ അസോസിയേഷൻ 2 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ RA2 റീജിയനിലുള്ള പേരുകളിൽ ഈ ഫീമെയിൽ നെയിംസ് വരുന്നൊക്കെ ഒത്തിരി ക്രിറ്റിസിസം ഒക്കെ വന്നതുകൊണ്ട് എല്ലാവരും RA2ലും ഒക്കെ ജെൻഡർ ന്യൂട്രലായിട്ട്, അതായത് എന്താ പറയുക സോഷ്യലി ഇക്കണോമിക്കലി അല്ലെങ്കിൽ കാസ്റ്റ് ക്രീഡ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും ബയസ് വരാത്ത കുറച്ച് ജെൻഡർ ന്യൂട്രലായിട്ടുള്ള പേരുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഒരു ഈ നമ്മുടെ ഈ ബേ ഓഫ് ബംഗാൾ അറേബ്യൻ സീ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലെ ട്രോപ്പിക്കൽ സൈക്ലോണിക് സ്പെഷ്യലൈസ്ഡ് സെൻ്ററാണ് IMD എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ
നമ്മുടെ നെയ്ബറിങ് കൺട്രീസിനെല്ലാം നമ്മൾ ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യുന്നതിന് കിട്ടുന്ന ഇൻഡിക്കേഷൻസും ബുള്ളറ്റിൻസും എല്ലാ ഗൈഡൻസും നമ്മൾ റെഗുലറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാണ്. അതൊരു റീജിയണൽ സെൻറ്ററായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു, റെഗുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു സിസ്റ്റം ഏതെങ്കിലും നമ്മുടെ നെയ്ബറിങ് കൺട്രീസിനെ അഫക്റ്റ് ചെയ്യണം, അവർക്ക് സ്പെഷ്യലിസ്റ്റ് സർവീസൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം നമ്മളാണ് നമ്മുടെ ഈ നെയ്ബറിങ് കൺട്രീസ്, ഈ RE2 നമ്മുടെ ഈ റീജിയനിൽ വരുന്ന രാജ്യങ്ങളിൽ നിന്ന് പേരുകൾ സജഷൻസ് എടുക്കും. അവർ പ്രൊനൗൺസിയേഷൻ, അതിൻ്റെ മീനിങ് ഇതെല്ലാം ലിസ്റ്റ് ചെയ്ത് WMOയ്ക്ക് അയക്കും. അവിടെ ലിംഗ്വിസ്റ്റിക് എക്സ്പേർട്ട് അങ്ങനെയുള്ള കുറേ എക്സ്പേർട്സ് അത് എക്സാമിൻ ചെയ്ത് ഇതിന് യാതൊരു കോൺട്രവേഴ്സി ഇല്ല, അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാകും, പ്രൊനൗൺസ് ചെയ്യാൻ എളുപ്പമാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എക്സാമിൻ ചെയ്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ആൽഫബറ്റിക്കലി നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഏത് രാജ്യമാണോ അവരുടെ സജസ്റ്റ് ചെയ്ത പേര് അവർ ലിസ്റ്റ് ഓഫ് നെയിംസ് ഉണ്ടായിരിക്കും. ഒരു 10 പേരോ മറ്റോ ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് ആൽഫബറ്റിക്കലി ഒരു പ്രാവശ്യം അത് കംപ്ലീറ്റ് ചെയ്യും. നെക്സ്റ്റ് വീണ്ടും എയിൽ നിന്ന് തുടങ്ങി അങ്ങനെയാണ് അത് ചെയ്യുക. അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി വരുന്നത് പോലെ ഇപ്പം നമ്മുടെ ആദ്യത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒനിൽ, എനിക്ക് അത് ബാംഗ്ലാദേശ് ആയിരുന്നു സജസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. കാരണം അന്ന് ഉണ്ടായ സിസ്റ്റം, അതിന് മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം കഴിച്ച് ആ സിസ്റ്റം വന്നപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി വന്നത് ബാംഗ്ലാദേശിനായിരുന്നു. അപ്പോൾ ഒനിൽ എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് നമ്മൾ ആദ്യമായിട്ട് പേരിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റെഫർ ചെയ്യാൻ എളുപ്പത്തിനാണ് പേരിടുന്നത്. അതായത് മനുഷ്യന് പേരിടുന്ന എന്തിനാണെന്നുള്ള സെയിം പർപ്പസ് നമുക്ക് റെഫർ ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ്. അപ്പോൾ നമ്മളെല്ലാ വർഷം വെച്ചിട്ടാണ് നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞത്. ഇപ്പോൾ ഏത് സ്ഥലത്താണ് അത് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് പാരാദ്വീപ് സൈക്ലോൺ ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, ആന്ധ്രയിൽ ചില സ്റ്റേഷൻസിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്, വിശാഖപട്ടണം സൈക്ലോൺ, അങ്ങനെ ഒരു പേരുകളാണ് നമ്മൾ, അല്ലെങ്കിൽ നാഗപട്ടണം സൈക്ലോൺ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് പോയിന്റിൽ അത് ക്രോസ് ചെയ്തു ആ പോയിന്റിൻ്റെ പേര് വെച്ചിട്ട് റെഫർ ചെയ്യും. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ കണ്ടുവരുന്നതിനാൽ ചിലപ്പം ഒരേ വർഷം ഏകദേശം ഒരേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലും എന്താ പറയുക, ബേ ഓഫ് ബംഗാളിൽ 2 സിസ്റ്റം ഉണ്ടായി, 2 ആന്ധ്ര കോസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസൗകര്യങ്ങൾ ഒഴിവാക്കാനും ഈ പേരിടുന്നതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻറ്റൻസിറ്റി റെഫർ ചെയ്യാനും നഷ്ടങ്ങൾ, അപ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റഡി അനാലിസിസ് നടത്താൻ ഈ പേരിടുന്നതുകൊണ്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം ഓരോ സിസ്റ്റത്തിൻ്റെയും സ്ഥിരമായിട്ട് ഇതിൽ ജോലി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നു, എവിടെ സ്ട്രൈക്ക് ചെയ്തു എന്ന് പെട്ടെന്ന് അറിയാൻ പറ്റും.